പാർട്ടി സെക്രട്ടറിയുടെ മറുപടിയിൽ നിന്ന് തുടങ്ങണം. അദ്ദേഹം പറഞ്ഞു കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അപ്പം അതേ നാണയത്തിൽ തിരിച്ചൊരു ചോദ്യം. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കുഞ്ഞനന്തൻ, അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറ്റവാളിയാണോ അല്ലയോ? TP ചന്ദ്രശേഖരൻ വധക്കേസ് CPM കൈയൊഴിഞ്ഞ കേസാണ്, ഞങ്ങൾക്കതിൽ ബന്ധമില്ലെന്ന് പറഞ്ഞാണ്. അതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കേസിൽ പ്രതിയാണെന്ന് കോടതി പറഞ്ഞു. എന്തായിരിക്കും പാർട്ടി സെക്രട്ടറിയുടെ ഇതേ നാണയത്തിലുള്ള മറു ചോദ്യം വന്നാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി? ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പല കാര്യങ്ങളും പറയാം. പക്ഷേ ഒരു സംവിധാനം വരുമ്പോൾ, ഒരു രാഷ്ട്രീയ സംവിധാനം വരുമ്പോൾ, അത് ഗവൺമെൻറ്റായി മാറുമ്പോൾ അങ്ങനെയൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. ഉദാഹരണം, 1945 നാവിക കലാപം നടത്തിയ നാവികരെ ഇന്ത്യൻ സൈന്യം തന്നെയാണ് അന്ന് എതിർത്ത് തോൽപ്പിച്ചത്, അവരെ തൂക്കിക്കൊന്നത്. അതുകൊണ്ട് 47 ഇന്ത്യക്ക് സ്വതന്ത്രമായപ്പോൾ അന്ന് ഈ സൈന്യത്തിലുള്ളവരെയൊക്കെ പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിട്ട രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതേ സൈനിക മേധാവികൾ തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തെ നയിച്ചത്. ഓരോ കാലത്തും രാഷ്ട്രീയമായി പല പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുമായി ഒരു പാർട്ടി സംവിധാനത്തിനോ മുന്നണിക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നിൽക്കുന്ന നടപടിയെടുത്ത് അയാളെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ഒരു ന്യായമുണ്ട്. അത് ഈ സർക്കാരിന് അനുകൂലമായിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ്. കോടതി കുറ്റമുക്തനാക്കിയെന്ന് പറയുന്നത് അതൊരു മുട്ടാപ്പോക്ക് ന്യായം.